പിന്നെ പറയുകയാണെങ്കിൽ പാട്ടുകൾ, ഒട്ടേറെ മനോഹരമായ പാട്ടുകൾ. ഇപ്പോൾ ദേവരാജനും ബാബുരാജനും അല്ലെങ്കിൽ ONVയും ദക്ഷിണാമൂർത്തിയും ഗാനരചനയിലും സംഗീതത്തിലുമൊക്കെ എല്ലാ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ നല്ല പാട്ടുകളുടെ ഭാഗമായിട്ടുണ്ട്. മനസ്സാറിന് പെട്ടെന്ന് എടുത്ത് പറയാവുന്ന പ്രിയപ്പെട്ട പാട്ടുകൾ ചിലതെങ്കിലും ഉണ്ടോ? ഏതായിരിക്കും പെട്ടെന്ന് പറയാ? അങ്ങ് വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളിലെ പാട്ട് ധാരാളം ഉണ്ടല്ലോ. പിന്നെ ഒരുപാട് ആദ്യം തൊട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഭാർഗവ നിലയത്തിലെ പാട്ടുകൾ, ഈ ചെമ്മീനിലെ തന്നെ പാട്ടുകൾ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പല പടങ്ങളിലെയും പാട്ടുകൾ അല്ലേ, മറ്റു പടങ്ങൾ ഞാൻ അഭിനയിക്കാത്ത മറ്റു പടങ്ങളിലെ പാട്ടുകൾ, അങ്ങനെ കുറേ അധികം പാട്ടുകൾ വരും. കമേഴ്സ്യൽ സ്വഭാവമുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോഴും കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ ഭാഗമാവാൻ അന്നേ വലിയ താല്പര്യം സാർ കാണിച്ചിരുന്നോ? കുറച്ചുകൂടി എനിക്ക് കിട്ടുന്ന കഥാപാത്രത്തിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നെ കഥ ഇൻ ജനറലും ഏത് കഥയായിരുന്നാലും അതിനെ കമേഴ്സ്യലായിട്ട് എടുക്കാം, ആർട്ടിസ്റ്റിക്കായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഈ നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ക്യാരക്ടറിന് നീതി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ശ്രമിച്ചിട്ടുണ്ട് അങ്ങേയറ്റം. നേരത്തെ സത്യൻ നസീറുമായിട്ടുള്ളൊരു ഗിവ് ആൻഡ് ടേക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇനി പറയുന്നത് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുമായിട്ടുള്ള, ഇപ്പോൾ മോഹൻലാൽ മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാടുവാഴികൾ മുതൽ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ, പല ചിത്രങ്ങളിലും ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു കെമിസ്ട്രിയിൽ വ്യക്തിപരമായിട്ടുള്ളൊരു സൗഹൃദത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടെ ഉണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ട്. സത്യമാണ്. അതെങ്ങനെയാണ് സാർ മോഹൻലാലുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് പ്രേക്ഷകർക്ക് കേൾക്കാൻ? അതിൽ രണ്ടുപേരുന്നില്ല, അത് മോഹൻലാലിൻ്റെ അടുത്താണെങ്കിലും മമ്മൂട്ടിയുടെ അടുത്താണെങ്കിലും ഒരുപോലെയൊക്കെ തന്നെ. പക്ഷേ ഈ മോഹൻലാലിൻ്റെ പെരുമാറ്റം അല്ലല്ലോ മമ്മൂട്ടിയുടെ, അതുപോലെ അല്ലല്ലോ എൻ്റെയും. പിന്നെ കുറേ വന്ന പടങ്ങളിലെ കഥാപാത്രങ്ങൾ എങ്ങനെയായിരുന്നു ഒരു പ്രൊഡ്യൂസേഴ്സിന് തോന്നിയിരിക്കുക. ഇപ്പം ഒരു മമ്മൂട്ടിയുടെ അച്ഛനായിട്ടും പല സിനിമയിലും ഞാൻ വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കുറച്ച് അധികം പടങ്ങളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും തോന്നുന്നു. എന്തായി ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ, നമ്മുടെ നങ്ങിയാരിറങ്ങിയോ? പറന്നിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു പക്ഷി. വൈറ്റ് വൈൻ മാത്രമേ കഴിക്കൂ. ജോൺ സാർ, ഒരു ബോട്ടിൽ വൈറ്റ് സുല പാർസൽ റെഡിയാണ്. മറ്റേ കാര്യം ഓക്കെ. അതെന്താ? രണ്ട് ചർമ്മങ്ങൾക്കിടയിൽ പ്രതിരോധത്തിന്റെ മൂന്നാം ചർമ്മം. ചിലപ്പോ വേണ്ടി വന്നേക്കും. അപ്പോ അനുഗ്രഹിച്ചൊന്ന് യാത്രയാക്കി. ഓക്കെ, ഇതും കൂടെ ഓൺ ഫോർ ദ ഇടവഴി. വേണ്ട, ചിലപ്പോ ഉറങ്ങിപ്പോവും. അന്നൊക്കെ ഒരു പക്ഷേ ഈ അഭിനയം എന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഫിലിം മേക്കിങ്ങിൻ്റെ മറ്റിതര മേഖലകളിലേക്കും ടെക്നിക്കൽ ഏരിയയിലേക്ക് കാര്യമായി ശ്രദ്ധിക്കാറുണ്ടോ തുടക്കം മുതൽ? ആദ്യമേ ഉണ്ടായിരുന്നു. ഞാനീ നോക്കി പഠിച്ചവനാണല്ലോ, അല്ലാതെ ഈ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് ഡയറക്ടർ ആയതല്ല. കാരണം ഈ എന്താ പറയുക, ഈ ഡയറക്ടേഴ്സ് ചെയ്യാൻ നേരത്ത് അവർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ച് ഞാൻ പഠിച്ചിരുന്നു. ക്യാമറാമാനെയും ശ്രദ്ധിച്ചിരുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അതിന് എനിക്ക് വളരെയധികം ഒരു പ്രചോദനം തന്നത് എൻ്റെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠിത്തമാണ്. അവിടെ അഭിനയം മാത്രമല്ല, അഭിനയം വാസ് ജസ്റ്റ് വൺ ഓഫ് ദി സബ്ജക്ട്സ്. നാടകരചന, കുറേ നൃത്തം, ഞാൻ നർത്തകനായില്ലെങ്കിലും മേക്കപ്പ്, കോസ്റ്റ്യൂം, സെറ്റ് ഡിസൈനിങ്, ഡയറക്ഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഓരോ സബ്ജക്റ്റ് ഇതെല്ലാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പം ഇതിലും നടക്കുന്ന ആ കാര്യങ്ങളെല്ലാം പഠിക്കാനൊരു കേവലം ആക്ടിങ്ങിലേക്ക് മാത്രം നിർത്തിയില്ല. അതൊരു പക്ഷേ ഈ ഫിലിം മേക്കിംഗ് അങ്ങേക്ക് നന്നായി ഗുണം ചെയ്തിട്ടുണ്ട്. അതെ, നിശ്ചയമായിട്ടും.